السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. آية الكرسي إن شاء الله നോമ്പിനെ തീർക്കണമെന്നുണ്ട്. നമുക്ക് വസിയ കുർസിഹു സമാവാതി വൽ അർള് ആ ഭാഗമാണ് പറയാനുള്ളത്. പക്ഷെ ഇന്നത്തെ ഈ സമയം വിശുദ്ധ റമളാൻ നമ്മോട് വിട പറയാൻ വളരെ തൊട്ടുരുമി അടുത്ത് നിൽക്കുന്ന രാത്രിയുടെ പകലിലാണ്. ഇന്നത്തെ രാത്രി ഇൻഷാ അല്ലാഹ് ഇവിടെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരത്തിന് എത്രയോ മേലെ ചെറുപ്പക്കാരടക്കം വന്ന് സംഘടിച്ചുകൊണ്ട് റമളാനിനെ അർത്ഥപൂർണമാക്കാൻ ഹയാത്താക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള രാവാണ്. അതുകൊണ്ട് നമ്മളെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ പരമാവധി പറ്റുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം എന്നൊരു ക്ഷണമാണ് ഈ ഇരുത്തം കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. ലൈലത്തുൽ ഖദർ 27-ാം രാവിനാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റൂലെങ്കിലും സ്വഹാബാക്കളിൽ ഒരു വലിയ വിഭാഗം അങ്ങനെ ഉറപ്പിച്ചവരാണ്, അങ്ങനെ പ്രതീക്ഷിച്ചവരാണ്. അതിന് അവരെടുത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട്. അതിൽ ഒരു ന്യായം, ലൈലത്തുൽ ഖദർ എന്ന ആ വാക്കിൽ 9 അക്ഷരങ്ങളാണുള്ളത്. എത്രണ്ണോ? 9. ഖുർആനിൽ അങ്ങനെ ഒരു കണ്ടുപിടിക്കല്. ഈ വാക്ക് സൂറത്തുൽ ഖദറിൽ 3 തവണയാണ് അല്ലാഹു പറഞ്ഞത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ 1, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ 2, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ 3. പിന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ 3 9 എത്ര? 27. അങ്ങനെ കണ്ടുപിടുത്താണ്. 27. അപ്പൊ 27 അതായിരുന്നു. അങ്ങനെ ചില മഹാന്മാർ സഹാബാക്കൾ അടക്കം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഇന്നത്തെ രാത്രി നീ അല്ലാന്ന് വിട്ട എന്നാലും റമളാൻ പിരിയണ അവസാനത്തെ 10 ഒറ്റയിട്ട രാവിലുള്ള ഇരുത്തുണ്ടല്ലോ, ഏടിൽ കുടുങ്ങാൻ വലിയ സഹായം. പക്ഷെ ഇപ്പൊ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ തടസ്സങ്ങളൊന്നും നീക്കണം. കാരണം ഈ ലൈലത്തുൽ ഖദറിന്റെ പാതിരാത്രിയിലും സുജൂദ് കിടന്നിട്ട് കണ്ണിന്ന് ചോര ഇറക്കിയ ആളെയും അല്ലാഹ് തിരിഞ്ഞു നോക്കൂല. 4 കൂട്ടരെ അതിൽ നമ്മൾ പെടരുത്. അതിനെ ഈ പകല് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിനടുപ്പ് ഇത് പറയണത്. ഇന്ന് രാത്രി പറഞ്ഞിട്ട് കാര്യമില്ല. സാന്ദർഭികമായ കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെട്ടാൽ അത് വലിയൊരു സഹായാവൂല. അതുകൊണ്ട് ഞാനും ശ്രദ്ധിക്കാം. അതിൽ ഒരു വിഭാഗം ആരാ? ജിബീസ്ലാം മലക്കളോട് തന്നെ പറയുന്നതാണ്. സുബൈ ആ നേരത്ത് മലക്കളോട് ജിബീസ്ലാം പറയുന്ന കറിക്കോളിയും സുബൈക്കണെന്ന്. മലക്കളറും കയറൂലാറ്. ഞങ്ങൾ ഇറങ്ങിയത് ഉമ്മത്ത് മുഹമ്മദിന്റെ വിഷയത്തിൽ തീരുമാനം എടുക്കാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് എന്താ ഓല കാര്യത്തിൽ തീരുമാനിച്ചെന്ന് വെക്കും. അപ്പൊ ജിബീസ്ലാം പറഞ്ഞു, ധൈര്യമായിട്ട് കയറിക്കളെ, അതൊക്കെ തീരുമാനം പാസ്സായിക്കണം. അത് പറ്റില്ല, പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഓല ഇറങ്ങിയ നമുക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ ജിബീസ്ലാം പറയും, ഇന്നല്ലാഹ് നളറയിലെ അള്ളാഹ് അവരിലേക്ക് നോക്കിയിട്ടുണ്ട്. അഫാനൂൽക്കൊക്കെ മാപ്പും കൊടുത്തിട്ടുണ്ട്, ഓഫറിലും എല്ലാവർക്കും പുറത്തും കൊടുത്തിട്ടുണ്ട്. ഇല്ല 4 ആളുകൾക്ക്, 4 കൂട്ടർക്ക്, 4 ആളല്ല 4 കൂട്ടർക്ക് അള്ളാഹു തആല ഈ ആനുകൂല്യമൊന്നും കൊടുത്തിട്ടില്ല, ദോഷം പുറത്തില്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ മലക്കൾ അതാരാ? അള്ളാഹു തആല ഈ രാത്രിയിലും തിരിഞ്ഞോക്കാത്ത ഈ 4 വിഭാഗം ആരാന്ന് വെക്കുമ്പോ ഇസ്ലാം പറഞ്ഞ ചില മറുപടി ഉണ്ട്. ആ 4 നമ്മൾ പെടരുത്. നമ്മളെ പരിസരത്തുള്ളവരും നമ്മളുമായി ബന്ധപ്പെട്ടവരൊന്നും പെടരുത്. അതിപ്പൊ ഞാൻ പറയണല്ലോ, കാരണം ഈ പകല് ഫുള്ള് അത് തീർക്കാനുണ്ട്. 1 മുദമിന് ഖംരി എന്ന് പറഞ്ഞാൽ കള്ള് കുടിച്ചവര് എന്ന് അർത്ഥം വെക്കലുണ്ട്. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. കള്ള് പതിവായി കുടിക്കുക, അതന്നെ. പറഞ്ഞാലും കേൾക്കാതിരിക്കും. കള്ള് എന്ന് പറഞ്ഞാൽ കുപ്പി വാങ്ങി കുടിക്കൊന്നും വേണ്ട, അങ്ങനെ ചേരിക്കണ്ട. ലഹരിയുമായി ബന്ധം സ്ഥാപിക്കുക. ഓനെ ആ രാത്രി മാത്രം കൊണ്ട് വലിഞ്ഞൊന്നുങ്ങാണ്ട് ഒന്ന് ഇരുന്നുകൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് അന്നത്തോടെ തീരുമാനം പാസ്സാക്കി ഇനി കുടിക്കൂലെന്ന് ഓൻ കഴിച്ചില്ലാവും.
അല്ലാതെ ഏതായാലും ഇപ്പൊ 2 ദിവസം കൊണ്ടല്ലേ ഉള്ളൂ, ഒന്നൊരു നിലയും വിളിയും പെരുന്നാക്ക് നമുക്ക് തുടരാ എന്നൊക്കെ ഇരുന്നാൽ കാർപ്പറ്റിൽ ഓൻ ഇരുന്ന സ്ഥലം പോകുന്നല്ലാതെ ഓന് നേട്ടൊന്നുണ്ടാവില്ല. ഇത് ഇന്ന് എന്തിനാ ഇവിടെ വെച്ച് പറയാൻ കാരണമുണ്ട്. നമ്മളൊക്കെ കുടുംബത്തിലും പരിസരങ്ങളിലും സ്നേഹബന്ധങ്ങളിലൊക്കെ ഇത് നിത്യമായി ഉപയോഗിക്കുന്ന സ്കൂൾ കുട്ടികളുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, നിത്യമായിട്ട് ഉപയോഗിക്കുന്ന സ്കൂൾ കുട്ടികൾ. ഇനിയുള്ളൊരു കാലം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ കാലമാണ്. കാരണം കയ്യിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഗെയിം, കാർട്ടൂണ്, തൊള്ളയിൽ വെച്ച പൊടി, ഇതാണ് ഇനി വരുന്ന കാലം. സ്കൂളിൽ അതിന് കാര്യമായിട്ട് മാഷന്മാര് പറയുന്നല്ലാതെ സിലബസിൽ തർക്കമില്ലല്ലോ. ഏതെങ്കിലും പുസ്തകത്തിലുണ്ടോ അതൊന്നും ഉപയോഗിക്കരുതെന്ന്? മദ്രസയിൽ പുസ്തകത്തിലുണ്ട്. അതാണ് വ്യത്യാസം. സ്കൂളിൽ ഏതെങ്കിലും കുട്ടികൾ വായിച്ചു പഠിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മെനക്കെടുന്ന ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് പുസ്തകത്തിൽ ഈ സാധനങ്ങൾ ഉപയോഗിക്കരുന്നില്ലാന്ന്. കാരണം അതിന്റെ വിഷയമില്ല സ്കൂള്, അത് മദ്രസയാണ്, മദ്രസയിൽ വരണമില്ല. അപ്പൊ ഇനിയുള്ള കാലം അത് ഭീകരമായ കാലമാണ്. ഇങ്ങനെ ഏതെങ്കിലും കുട്ടികൾക്ക് സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഇന്നത്തെ പകലോടുകൂടി വിളിച്ച് നല്ല നിലക്ക് ഉപദേശിച്ച് തിരുത്തണം. അല്ലെങ്കിൽ ആ കുട്ടിയുള്ള കാരണത്താൽ നമ്മളെ മക്കൾ തിരിഞ്ഞു നോക്കൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 2 റഹീം, കുടുംബന്ധം മുറിച്ച ആൾക്കാർ. അത് ഇന്ന് തീർക്കാമല്ലോ നമുക്ക്. എന്തിൻ്റെങ്കിലൊക്കെ പേരിൽ അറ്റ് കിടക്കുന്നുണ്ടാവും. ചിലപ്പം പരിശോധിച്ചാൽ ഒന്നൊട്ടും ഉണ്ടാവില്ല. ഞാനൊരു കുടുംബന്ധം തീർത്ത് ഞാൻ ഇടക്കിടക്ക് ഓർക്കും, ഭയങ്കര പ്രശ്നം. അപ്പൊ ജ്യേഷ്ഠനോട് പറയാ, അഞ്ചനോട് പറയാ, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കാം, പക്ഷെ എനിക്ക് അവൻ കാര്യമായിട്ട് സീറ ചെയ്തിക്കണ്, കണ്ണോണ്ട് കണ്ടാൽ റഹ്മാൻ ഉസ്താദ് എന്താ കാട്ടുകയെന്ന് വെച്ചു. ആൾക്കാർ പറഞ്ഞ കേട്ടാണെങ്കിൽ തർക്കം ചെയ്ത് കണ്ണോണ്ട് ഞാനിങ്ങനെ കാണുകയാണെന്ന് പറഞ്ഞു. എനിക്കറിയാം അതിലൊക്കെ കുറെ പോയത്തര ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടോന്ന് വെച്ച്, കണ്ട് പാതിരാത്രിയിൽ സാധനം കുഴിച്ചിട്ട് കണ്ട് എന്നറിയാം. അപ്പൊ അതങ്ങനെ വിടാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാന് ജ്യേഷ്ഠന്റെ മോനെ വിളിച്ച്, ജ്യേഷ്ഠൻ കുറച്ച് പ്രായമുള്ള ആളാണ്, മോനെ വിളിച്ച്, എന്തോടെ നിങ്ങൾ ഈ പണി എളാപ്പാക്കെതിരെ കുഴിച്ചിട്ടെന്ന് വെച്ച്. എന്തേന്ന് വെച്ചു. എന്താ നിങ്ങൾ ഈ പറഞ്ഞു? അല്ല, നിങ്ങള് എന്തൊക്കെ സാധനങ്ങൾ കുഴിച്ചിട്ട് നേരിട്ട് കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ പാടുണ്ടോ? നിങ്ങളൊക്കെ ഒറ്റ ചോരല്ലേ. അതിലെ ഈ കുട്ടിയാണ് കരഞ്ഞത്. കാരണം ഓന് കോഴിക്കച്ചവടം. അപ്പൊ ഈ പെരുന്നാളിന് വേണ്ടി ഇറക്കി കുറെ പെട്ടിയിൽ 2-3 പെട്ടി കോഴിക്കൾ ചത്തുക്കണം. ഇത് പകല് ആൾക്കാരടിയിൽ കുഴിച്ചിട്ടാൽ കച്ചവടത്തിന് ബാധിക്കും. ഈ കോഴി ആളുകളുടെ പകൽ സമയത്ത് കുഴിച്ചിട്ടാല് അത് ബിസിനസിനെ ബാധിക്കും. അപ്പൊ ഇവരെല്ലാരും ഉറങ്ങാൻ കാത്തുന്നതാണ്. അത് 2 മണിക്കായി പോയി. അപ്പൊ മെനക്കെട്ടിട്ട് ഈ പെട്ടി കൊണ്ടുപോയിട്ട് കൊയ്യ് ഒഴിച്ചിട്ട് താഴ്ത്തിയതാണ് ഇവര് കണ്ടത്. ഇവനങ്ങോട്ട് പാസ്സാക്കി അത് ഇബല് തൊലയാൻ വേണ്ടിയിട്ട് കുപ്പിയും സാധനങ്ങളും തകിടും കുഴിച്ചിട്ടാണ്. എന്നിട്ട് മുമ്പ് ആ കുട്ടീനോട് ഒരു ഉസ്താദ് മാന്തി നോക്കി. അസല് കോഴിക്കുട്ടികളാണ്. ഇതൊക്കെയാണ് പലതും പല സ്ഥലത്തും അറ്റുപോകാൻ കാരണം. സംഗതി ചോദിച്ചു നോക്കുമ്പോ ഒരു തുമ്പുണ്ടാവില്ല. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞൊരു തമാശ ഉണ്ട്. നിങ്ങളോട് പറഞ്ഞേ, തെക്കൻ ഭാഗത്തൊരു സീറ ഞാൻ ബാത്തിലാക്കി കൊടുത്തു. സീറ എന്താണെന്നറിയോ? ഇവിടെ വന്നിരുന്ന ഒരാൾ തന്നെയാണ്, തെക്കൻ ഭാഗത്തുള്ള ആളാണ്, വലിയ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അയാളിനോട് പറഞ്ഞു, ഞാൻ എന്റെ കുട്ടിനെ എപ്പം മുത്തിയാലും കുട്ടി കരയണമെന്ന്, ഭയങ്കര കരച്ചിലാണ്. ഇവിടെയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര കരച്ചിലാണ്. എന്നിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പൊ ഊക്കം സിഹറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ആദ്യം നിങ്ങളൊന്ന് മുത്തി കാണിച്ചേരി ഞാൻ നോക്കട്ടെ. എനിക്ക് സീറ് വാത്തിലാക്കൊന്നും അറിയില്ല, പക്ഷെ ഞാനൊന്നും കാണണല്ലോ, കാരണം നേരിട്ട് കാണുമ്പോൾ ഒരു വിശ്വാസമാവില്ല. അപ്പൊ ഇയാൾ മുത്തിയപ്പോ കുട്ടിക്കാരൻ. എനിക്കിത് വേഗം മനസ്സിലായി, സീറല്ല. കാരണം ഇയാളൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ഇയാൾ ഈ നാട്ടിൽ പോകുമ്പോ മീശ കട്ട് ചെയ്തിട്ടാ പോവാ. ഈ മീശ ഉളിന്റെ മൂർച്ച ഉണ്ടാവും. ഇത് തൊട്ടി കിടക്കുന്ന കുട്ടീന്റെ നൈസായ കവളത്ത് വെച്ച് വരുത്തിയാല് വേദനായിട്ട് കരിയില്ല. ഞാൻ അവിടെ എത്തിയപ്പോ ഈ മനുഷ്യൻ 70,000 റുപ്യ ബാത്തിലാക്കാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ 70 ലക്ഷം കൊടുത്താലും ബാത്തിലാവില്ല, മീശ ശരിയാക്കണം. ചെറിയ കുട്ടികളെ മോന്തയിൽ വെച്ചിട്ട് നിങ്ങളെ മൂർച്ചയുള്ള മീശ വരുത്തരുത്. ഇയാൾ ഇപ്പൊ എന്നെ കണ്ടാൽ എന്നോട് പറയും, നിങ്ങൾ അന്ന് ആ ബാത്തിലാക്കിയ കോലം ഭയങ്കര കോലായിട്ടുണ്ട്. കാരണം അയാൾക്ക് വേഗം മനസ്സിലായത്
ഇങ്ങനെയാണ് പല സ്ഥലത്തും കുടുംബം തകർന്ന് ഒടിഞ്ഞു മുറിഞ്ഞു കിടക്കുന്നത്. സിഹിറില്ല എന്നൊന്നും ഞാൻ പറയില്ല, കാരണം സിഹിർ ഖുർആൻ നസ്സാണ്. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാന വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന നാസ സിഹ്റ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബിൽ ഹാറൂത വമാറൂത മാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബി ബൈനൽ മർഇ വസൗജി വമാ ഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും വലഖദ് അലിമു ലമൻ ഇശ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് വലബിഇസ മാ ശറൂ ബിഹി അൻഫുസഹും ലൗ കാനൂ യഅലമൂൻ. സൂറത്തുൽ ബഖറ. സിഹറുണ്ട്, അങ്ങനെ തന്നെ ഉണ്ട് അതിന്റെ അല്ലേ, സിഹറുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ എല്ലാം സിഹറാന്ന് പറഞ്ഞിട്ട് ഒടിഞ്ഞെടുക്കുന്ന കുറെ കുടുംബമുണ്ട്. ഒരു കാര്യമായിട്ട് അതിലുണ്ടാവില്ല. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നിങ്ങളെ ഇടയിലില്ലെങ്കിലും പോവാ. ഞാൻ ഇന്ന് ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എന്തിന് ഇതൊക്കെ ഒന്ന് ലെവലാക്കാൻ. ലൈലത്തുൽ ഖദർ കിട്ടട്ടെ എന്ന്. അത് നമ്മളെ കുടുംബത്തെ കുറെ ആൾക്കാർക്ക് ലൈലത്തുൽ ഖദറും റമദാനും കിട്ടില്ല എന്നാണ് നമുക്ക് ബേജാറല്ലേ. അപ്പൊ നിങ്ങളെ ഇടയിലില്ലെങ്കിൽ തന്നെ കുടുംബങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് പകല് തീർക്കാൻ നോക്കുക. ഇനിയിപ്പോ ലൈലത്തുൽ ഖദർ അല്ലെങ്കിൽ റമദാൻ പിരിയല്ലേ, അവസാനത്തെ രാവ് 29 രാവ് എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറുതാക്കണ്ട. ലൈലത്തുൽ ഖദറിനേക്കാളും ഭയങ്കരാണത്. അത് ഞാൻ പിന്നെ പറയും ഇൻഷാ അല്ലാഹ്. പിന്നെ മാതാപിതാക്കളെ കാത്തു റഹിം, പിന്നെ ആക്കുല്ലി വാലിദൈ, അതാണ് മാതാപിതാക്കളെ മനസ്സിൽ എന്തെങ്കിലും ഒരു പോറലുണ്ടെങ്കിൽ അത് ഇന്ന് പകല് തീർക്കണം. നമ്മൾ അറിയാതെ ഉണ്ടാവും. ഉദാഹരണം ഇപ്പൊ 2 ബത്തക്ക കൊടുന്ന്, ഒന്ന് ഇങ്ങക്കും ഒന്നും. അപ്പോ ഒരു ബത്തക്കന്റെ അടിയിൽ മഞ്ഞ കളറുണ്ട്, മറ്റേതിന്റെ അടിയിൽ മഞ്ഞ കളറില്ല. മഞ്ഞ കളറില്ലാത്ത ഉമ്മാക്ക് കൊടുത്ത്, മഞ്ഞ കളറിൽ പെണ്ണുങ്ങൾക്ക് കൊടുത്ത്. ഉമ്മാക്കറിയാം ഏത് ബത്തക്ക പൊളിച്ചാലാ കൂടുതൽ മധുരം ഉണ്ടാകുക, അടിയിൽ മഞ്ഞ കയറിയാണെന്ന് ഉമ്മാക്കറിയാം. ഉമ്മ ഇങ്ങനെ അടിക്കാൻ നോക്കണ്, കളറുള്ളപ്പനെ എടുക്കാൻ മാറ്റണത്. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാര്. ഇത് നോക്കാനായിട്ടുണ്ടാവും. കണ്ട ഈ മരുമക്കൾ ഫോൺ ചെയ്യുമ്പോൾ മൊബൈലിന്റെ അടുത്ത് ചൊറിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടില്ല നിങ്ങൾ? ഇനി അവിടുന്ന് പോകില്ല, എന്താ പറയണെന്ന് ചോർത്തിയെടുക്കുക. അപ്പൊ അതൊക്കെ തള്ളാരെ സ്വഭാവമാണ്. അതിനാണ് ഈ പൊരുത്തപ്പെട്ടു കൊടുക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനൊക്കെ നമ്മളറിയാതെ മനസ്സിന്റെ ഉള്ളിൽ ഉരുണ്ട് കിടക്കുന്ന കുറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. അത് ഇന്ന് തീർക്കുക. ഞാൻ അറിയാതെ കൊടുത്തതാണ്, എനിക്ക് മഞ്ഞും ചുവപ്പൊന്നും അറിയില്ല. ഒരു ഉദാഹരണം പറയണ അങ്ങനൊക്കെ ഉണ്ടായിക്കണം. അതുകൊണ്ട് ഈ ഉദാഹരണം തള്ള പറഞ്ഞ അതിന്റെ അടിയിൽ മഞ്ഞ കളറുണ്ട്, ഇച്ച് കിട്ടിയാലും മഞ്ഞല്ല. കേട്ടാൾ പറഞ്ഞു നിങ്ങളെ തലയിലാ മഞ്ഞാന്ന്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെങ്കിലൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമായിട്ട് ഒടിഞ്ഞെടുക്കുന്ന മക്കളും ഉമ്മാരും ബാപ്പാരൊക്കെ ഉണ്ടാവും. അത് ഇന്ന് തീർക്കുക. ഉമ്മാരോട് പോയിട്ട് പറഞ്ഞു തീർക്കുക. ഉമ്മ നല്ലൊരു രാവാണ്, ഒരു സാസിൽ ഇരിക്കാൻ പോകണം, അത് ഇജാബത്ത് കിട്ടണമെങ്കിൽ നിങ്ങളെ മനസ്സൊന്നും എനിക്ക് കിട്ടണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊരുത്തപ്പെട്ടെന്നാണ്. തള്ളാര് പൊരുത്തപ്പെടുന്ന ഉമ്മല്ലേ. ഉമ്മാന്റെ മനസ്സ് വേഗം പൊട്ടും. തറ ബലത്തിൽ മസിൽ പിടിച്ചിരിക്കുകയാണെങ്കിലും മനസ്സ് പൊട്ടും. അത് ഇന്ന് രാത്രിക്ക് മുമ്പായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യണം. ലൈലത്തുൽ ഖദർ ആവട്ടെ ആവാതിരിക്കട്ടെ, റമദാൻ പിരിയല്ലേ. പിന്നെ നമ്മളൊക്കെ എല്ലാവരുടെ ഇടയിലുള്ള ഒരു പ്രശ്നമാണ് മുസായിൻ മുസാരി എന്ന ഹദീസിൽ കാണുന്നത്. അല്ലദീ ലാ യുകല്ലിമു അഖാഹു ഫൗക സലാസത്തി അയ്യാം. 3 ദിവസത്തിന് മേലെ അകാരണമായി പരസ്പരം മിണ്ടാതിരിക്കണം മുഅ്മിനീങ്ങൾ എല്ലാവരും വിട്ട്. കുടുംബം മറ്റൊന്നും കണക്കൊന്നുമില്ല. ഒരു കാര്യമായിട്ടുണ്ടാവില്ല, മുണ്ടിയിട്ട് കുറെ കാലമായിട്ടുണ്ടാവും. അതാണ് ഒരു കാര്യം ഉണ്ടാവില്ല, മിണ്ടിയിട്ട് കുറെ കാലമായിട്ടുണ്ടാവും. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ മലക്കുകൾ ഏടില് വരൂല, അള്ള തിരിഞ്ഞു നോക്കൂല. അതുണ്ടാകുക. അധ്വാനിച്ചിട്ട് കാര്യമില്ലേ, മയ്യത്താവുമ്പോ നല്ല കൊളത്ത് പോണ്ടേ, അതും തലേ കയറണേ നമ്മള്. അപ്പൊ അങ്ങനെ ആരൊക്കെ ഇടയിൽ ഉണ്ടെങ്കിൽ ഉണ്ടാവും, പലവരുടെ ഇടയിൽ ഉണ്ടാവും. ഇപ്പൊ ഭയങ്കര രസമുണ്ടായി 3 ദിവസം മുമ്പ് എന്റെ കുടുംബത്തില് മാറാത്തൊരു പ്രശ്നം. ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ തീർത്തു. അതിൽ തീരെ മാറാത്തൊരു പ്രശ്നത്തിന് ഞാന് വലിയൊരാളും കൂടി വിളിച്ച്. ഓനെ വിളിക്കണേൽ വേറെ രഹസ്യം ഉണ്ടതാണ്. ഭയങ്കര ഒരാളെ വിളിച്ചു. ജിം വരണമെന്ന് എന്റെ താഴെ, ഇജ്ജ് അവിടെ ഇരുന്നാ മതി, വേറെ ഒന്നും വേണ്ട, ഇരണം ഞാൻ പറയുമ്പോ സംസാരിക്കണം. ഓൻ വന്ന് എനിക്ക് ഒരാളൊക്കെ പറഞ്ഞ് കാര്യങ്ങളെ കാണണം, കെട്ടിപ്പൊടിച്ച് ശരിയായി. ഒക്കെ കഴിഞ്ഞപ്പോ അവിടെ പങ്കെടുത്ത ഒരാളിനോട് പറയാം, നിങ്ങൾ അധ്യക്ഷനായിട്ട് ഇരിക്കുമ്പോണ്ടല്ലോ ഇവനെ കുറെ ആൾക്കാർ ഏറ്റുമുണ്ടെങ്കിൽ അതൊന്നും ശരിയാക്കണം. അപ്പൊ ഞാൻ എന്തെടുത്തെന്ന് ചോദിച്ചു. അപ്പൊ ഓൻ ചിരിക്കുക. അപ്പൊ ഇവനാണെങ്കിൽ കുടുംബത്തെ അതിനേക്കാളും കൊപ്പര. ഓനെ ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് ഇതാണിപ്പോ ലോകം കാലെന്ന്. ഇതാണിപ്പോ ഇത് 2 ദിവസം മുമ്പ് എന്റെ അനുഭവമാണ്. എന്നിട്ട് ഞാൻ ഓനോട് പറഞ്ഞു പ്രസംഗത്ത് പറയുന്നറിഞ്ഞു. എന്റെ പേരും അറിയില്ല, പ്രസംഗത്ത് ഞാൻ പറയുന്നത്. ഞാനിത് എളുപ്പാൻ വേണ്ടി വിളിച്ച ആള് ഓന്റെ കുടുംബത്തിൽ അതിനേക്കാളും കൊപ്പരായി കിടക്കാം. 3 കൊല്ലമായിട്ട് ഒരാളോട് സലാമെന്നെ പറയില്ല. എന്നിട്ട് ഓനെയാണ് ഇപ്പൊ ഞാൻ അത് ശരിയാക്കാൻ വിളിച്ചത്.
ഇതാണ് ഇപ്പൊ ലോകം. അതെന്താ? ഒരു പറമ്പിന്റെ ഒരു അതിരിന്റെ വിഷയത്തിൽ തർക്കമുണ്ടായതാണ്. ഒക്കെ ദുനിയാവാണ്. തർക്കടില്ല. ഒരാള് അള്ളാനെ കുറ്റം പറയാ, റസൂലുള്ളാനെ വിമർശിക്കുക, ഓനോട് പറഞ്ഞിട്ട് കഴിഞ്ഞ എന്നാ ഓനോടും ഉണ്ടായിരുന്ന കൂലിട്ടും. കാരണം അൽ ഹുബ്ബു ഫില്ല വൽ ബുഗ്ളു ഫില്ല. ഇതല്ല. പറമ്പ്, ഇടവഴി, റോഡ്, തെങ്ങ്, തേങ്ങ, മാങ്ങ, കൊപ്പര, ഇതൊക്കെയാണ് വിഷയം. അപ്പൊ അതുകൊണ്ട് അത് തീർക്കണം പ്രിയപ്പെട്ടവരെ. ഈ 4 വിഭാഗത്തിൽ നമ്മൾ പെടരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നത്തെ പകലിൽ പറ്റുന്നവരൊക്കെ ഇത് മുഴുവനും തീർത്ത് വരിക. രാത്രി നമുക്കൊരു ഇരുത്തം. ലൈലത്തുൽ ഖദർ ആവട്ടെ ആവാതിരിക്കട്ടെ. ആയാൽ അൽഹംദുലില്ലാ, ആയിട്ടില്ലെങ്കിലും അൽഹംദുലില്ലാ. കാരണം റമളാന്റെ പിരിയുന്ന അവസാനത്തെ ഒറ്റ രാവിലെ 1 ഉറപ്പല്ലോ. അതിൽ തർക്കമൊന്നുമില്ലല്ലോ. പിന്നെ സ്വർണത്തിന് സുഗന്ധം പോലെയാണ് ലൈലത്തുൽ ഖദർ. മലക്കുകൾ ഏതായാലും ഉണ്ടാവും, ഒരു അംശമില്ല. മലക്കുകളെ ലൈലത്തുൽ ഖദർ രാത്രി മാത്രമൊന്നല്ല, എന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നല്ല രൂപത്തിൽ അത് ഇരുന്ന് ഒരു രാത്രിയിലെങ്കിലും 2-3 മണിക്കൂർ എഴുത്തിക്കാപ്പിൽ. ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. കാരണം ഊരവേദന, കാലുവേദന, മുട്ടുവേദന, ഞെരിയാണി, ഞെളിയല്, തലന്റെ ഉള്ളിക്ക് നീരിറങ്ങല്, കണ്ണുക്ക് ചോര ഇറങ്ങ ഒക്കെ ഉണ്ടാവും. കഷ്ടപ്പെട്ടിട്ടല്ലേ സ്വർഗം വാങ്ങണ്ടേ. ഞാൻ അഥവാ ഒരു AC തണുപ്പ് കുറച്ച് കുറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും കൊണ്ട് മക്കാനുണ്ടാക്കുക. അങ്ങനെ വെറുതെ മലക്കാൾ ശാപം വാങ്ങാൻ. അതെല്ലാരും കൂടിയാണ് കൂടിയാൽ ചർമ്മത്തിലെ രോമം ഇത് രണ്ടും AC പിടിച്ചെടുക്കും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അതിനനുസരിച്ച് കൊണ്ട് ആളുകൾ കൂടെ ആ AC തണുപ്പിത്തിരി കുറയൊക്കെ ചെയ്യും. അത് നിങ്ങൾ അങ്ങോട്ട് നോക്കുക, മുക്കറിന്റെ മേത്തേക്ക്, പിന്നെ ഇടയ്ക്ക് ഇന്റെ മേത്തേക്ക് നോക്കുക, പിന്നെ ഈ കമ്മിറ്റിക്കാരൊന്ന് വരിഞ്ഞു നോക്കുക. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനത്തെ ഒരിട്ട് വരും വേണ്ട. കാരണം വന്നുകാണ്ട് പാത്തിലാക്കാൻ നിൽക്കണ്ട. സഹിച്ചിട്ട് സ്വർഗം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാത്രമേ ഇരിക്കുക. സഹിക്കണ ദിവസമാണെന്ന്. ഞാൻ എത്ര ദിവസം ബത്തക്കും പൈനാപ്പിളും തിന്ന് പള്ള പൂവാക്കി നടക്കല്ലേ. ഇന്നൊരു ദിവസം ഒന്നൊരു 3 മണിക്കൂറൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഒരു 12, 11:45, 12 മണിക്ക് അങ്ങോട്ട് തുടങ്ങിയാൽ 3 മണിയാകുമ്പോഴേക്ക് പിരിയണല്ലേ. അതൊന്ന് അള്ളാന്ന് വിളിച്ച് കരയുള്ള ഒരു യത്നാണല്ലോ. അതിലെല്ലാരും വരിക ഇൻഷാ അല്ലാഹ്. സ്ത്രീകൾക്ക് അപ്പുറത്ത് സൗകര്യമില്ലേ? 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അതാണ് 12 മണിക്ക് എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് ഞാൻ തുടങ്ങുന്നതാണ്. 11 മണിക്ക് നമ്മുടെ പരിപാടികളൊക്കെ ഉണ്ടാവും. ഞാൻ പിന്നെ എൻ്റെ വല്യപ്പ 26-നാണ് വഫാത്തായത്. വലിയൊരു മഹാനായിരുന്നു. മാണൂർ മഹലിന്റെ 40 കൊല്ലത്തെ കാളിയായിരുന്നു. ആ മഹല്ലടിച്ചാൽ നടക്കുന്ന വലിയ സമ്മേളനമാണ്. വേറെ കുട്ടികൾ ഒരുപാട് പണ്ഡിതന്മാരുണ്ടെങ്കിലും പ്രസംഗിക്കാൻ എന്നെ വിളിക്കാറുള്ളത്. അത് 10-20 കൊല്ലമായിട്ട് ആ ഉറൂസ് തുടങ്ങിയ ആ കാലം മുതൽ തന്നെ പറയാം, ഞാൻ എന്നെ പ്രസംഗിക്കില്ല. അപ്പൊ ഞാൻ വേഗം പോവും. ഒരു അരമണിക്കൂറോടെ പ്രസംഗിക്കും, വേഗം ഇങ്ങോട്ട് വരും. 11-12 മുമ്പായിട്ട് സാധാരണ എത്തലുണ്ട്. അതിന് മുന്നേ സാഹസ് തുടങ്ങുമ്പോൾ എല്ലാവരും വന്നിക്കണം. നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് ചെറുപ്പക്കാർ വരുമ്പോൾ നമ്മളെ സുബഹിക്ക് നിത്യമായിട്ട് പങ്കെടുക്കുന്ന ആളുകള് അവർക്ക് സ്ഥലം കിട്ടാതിരിക്കുക, കാണാതിരിക്കുക എന്നുള്ള എനിക്കൊരു പൊറുതേടാണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും നേരത്തെ വരണം എന്ന് ഈ സമയത്ത് അറിയിക്കുകയാണ്. അള്ളാഹുത്തിലൊക്കെ ഭംഗിയാക്കി തരട്ടെ. സ്വല്ലല്ലാഹു. പിന്നെ ഏറ്റ ആൾക്കാർ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പുതിയൊരു കൊടുക്കൊന്നും വേണ്ട. അല്ലെ, ഏറ്റ ആൾക്കാരെ വല്ലതും കൊടുക്കുകയാണെങ്കിൽ ആ ഏറ്റതാണ് കൊടുത്താളെ ഇൻഷാ അല്ലാഹ്. പിന്നെ അതിനു വേണ്ടി വേറെ പിരിവും കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് ആളുകൾ നന്നായി സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ പഠിച്ചോന് ആരൊക്കെ എത്രയൊക്കെയെന്നൊക്കെ അറിയാം, അള്ളാഹ്ക്കറിയാം. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. ദർസിലെ കുട്ടികൾ വരെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. അതിനാണ് കുട്ടികളൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന പൈസ എടുത്തിട്ടുണ്ട്. എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആലി ഉസ്താദും സഹായിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന ചെറുത് ഞാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെല്ലാരും 10,000 കൊടുത്തവരുണ്ട്, 5,000 കൊടുത്തവരുണ്ട്, 2,000 കൊടുത്തവരുണ്ട്, 1000, 500 ഒക്കെ കൊടുത്തവരുണ്ട്. അല്ലാഹു തആല എല്ലാം ജാരിയ സ്വത്തയായി സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർറാഹിമീനായ അല്ലാഹുവേ, വന്നത്, പകർന്നത്, നുകർന്നത്, ഇരിക്കുന്നത്, കേൾക്കുന്നത്, സംഭാവന നൽകിയത് എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. നാളത്തെ സന്തോഷത്തിനുള്ള കാരണമായി സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, പരിശുദ്ധ റമളാൻ വിട പറയുമ്പോൾ ഞങ്ങളെ നീ തഖിന്റെ പട്ടികയിൽ പെടുത്തണേ അല്ലാഹ്. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സദ്വിഭാഗത്തിൽ പെടുത്തണേ റബ്ബേ. നിന്റെ ഹബീബിന്റെ ശഫാഅത്ത് കെഞ്ചി കെഞ്ചി ഖേദിച്ച് കരഞ്ഞ് പൊട്ടി ചോദിക്കുന്ന ചില ആളുകൾക്ക് നാളെ ശഫാഅത്ത് കൊടുക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തിരിഞ്ഞു നോക്കുമ്പോൾ മലക്കുകൾ പറയും, വേണ്ട നബിയേ, അവന്റെ എതിരാളി റമളാനാണ് നബിയേ. ആ റമളാനിനെ ഞങ്ങൾക്ക് നീ എതിരാളിയാക്കല്ലേ റബ്ബേ. അനുകൂലമാക്കി തരണേ അല്ലാഹ്.
വല്ല കേടുപാടുകളും റമദാനിൽ തന്നെ ഞങ്ങളിൽ വീഴ്ചകളായി സംഭവിച്ചുവെങ്കിൽ ഇന്നത്തെ ദിവസം നീ മാപ്പാക്കണേ റബ്ബേ. അല്ലാഹുവേ, തടസ്സങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, സൂജിബ്, അദാവത്ത്, ശഹവത്ത്, ബിദ്അത്ത്, ഖവാത്തിറുകളിൽ നിന്ന് മനസ്സുകളെ ശുദ്ധീകരിക്കണേ അല്ലാ. അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി വീക്ക്, സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് ശരീരങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ സദസ്സിൽ മുതഅല്ലിമീങ്ങൾ, അലിമീങ്ങൾ, ബിസിനസ്സുകാര്, കൂലിപ്പണിക്കാര്, പ്രവാസികൾ, യാത്രക്കാര്, കച്ചവടക്കാര് പലരുമുണ്ട്. എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. കടകളിൽ നല്ല തിരക്കുള്ള സമയത്ത് പോലും മജ്ലിസ് ദായിമായി ഇരുന്നു കൊണ്ട് നിന്റെ തൃപ്തിക്ക് വേണ്ടി ശ്രമിക്കുന്ന കച്ചവടക്കാരുണ്ട്. അവരെത്ര സമയമാണോ ഇവിടെ ഇരുന്നത് അതിന്റെ 10 മടങ്ങ് അവർക്ക് നീ ബറക്കത്ത് നൽകണേ റബ്ബേ. നിന്റെ തൃപ്തിയുടെ വാതിലുകൾ തുറന്നു തരണേ റബ്ബേ. ഞങ്ങൾ ഒന്നുമല്ലാത്ത നിന്റെ ബലഹീനരായ, രോഗികളായ, ദോഷികളായ അടിയങ്ങളാണ്. നീ എല്ലാത്തിനും കഴിയുന്ന ബലവാനായ ജബ്ബാറാണ്, ഖഹാറാണ്. നിന്റെ അധികാരത്തിന്റെ ചാട്ടവാർ പ്രയോഗിക്കല്ലോ റബ്ബേ. ഔദാര്യത്തിന്റെ തലോടൽ നൽകണേ റബ്ബേ. നിന്റെ റഹ്മത്ത് കൊണ്ട്, മഗ്ഫിറത്ത് കൊണ്ട്, ഇത്ഖ് കൊണ്ട് പൊതിയണേ നാഥാ. ഇന്നത്തെ പരിപാടിയിലേക്ക് 10,000 തന്നവരുണ്ട്, 5,000 തന്നവരുണ്ട്, 3,000 തന്നവരുണ്ട്, 2,000 തന്നവരുണ്ട്, 1,000 തന്നവരുണ്ട്, 500 തന്നവരുണ്ട്. പടച്ചവനെ, അതിൽ മുതഅല്ലിമീങ്ങളുണ്ട്. അവരെയും ഞങ്ങളെയും നീ ദീന് പറയുന്ന ഇഖ്ലാസുള്ള പ്രബോധകരാക്കണേ റബ്ബേ. പണ്ഡിതന്മാരാക്കണേ റബ്ബേ. മദ്ഹ് പറയുന്നവരാക്കണേ റബ്ബേ. കച്ചവടക്കാരുണ്ട്, ഖൈറും ബർക്കത്തും നൽകണേ റബ്ബേ. പ്രവാസികളുണ്ട്, പ്രവാസ ലോകത്തെ എടങ്ങേറ്, ബലാ, നിയമക്കുരുക്കുകളിൽ നിന്ന് രക്ഷ കൊടുക്കണേ റബ്ബേ. കൂലിപ്പണിക്കാരുണ്ട് റബ്ബേ. വയർപ്പിന് ബർക്കത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഡ്രൈവർമാര് തന്നിട്ടുണ്ട്, നീ സുരക്ഷിതത്വം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഒരാളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ ഒരു സെക്കൻഡും വിറകാക്കി കിടത്തല്ല നാഥാ. ഞങ്ങളെ നീ സ്വർഗസ്ഥരാക്കണേ നാഥാ. ഈ സദസ്സുകൾ അതിന് കാരണമാക്കണേ റബ്ബേ. ഇൽമിന്റെ സദസ്സ് റമദാനിൽ നീ കബൂലാക്കണേ നാഥാ. നിന്നെ പറയുന്ന, നിന്റെ ആഴം പറയുന്ന, നിന്റെ വലിപ്പം പറയുന്ന, ഹബീബിന്റെ ഔദത്യം പറയുന്ന, ദീനിന്റെ നിയമങ്ങൾ പറയുന്ന സദസ്സിലിരുന്ന ഒരാളെയും എന്തിന്റെ പേരിലാണെങ്കിലും നരകത്തിലാക്കല്ല അല്ലാ, നരകത്തിലാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ്. തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ്. اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب من سمعوا منا برحمتك يا أرحم الراحمين. صلى الله تعالى وسلم. പിന്നെ ഖുർആൻ ഖത്തമ് തീർക്കാത്തവരുണ്ടെങ്കിൽ പറ്റെങ്കിൽ ഇടങ്ങറായല്ല, ഇന്നത്തെ പകല ഖത്തം കൂടി തീർത്ത് വരികയാണെങ്കിൽ ആ ദുആയിൽ അതും കൂടി ഉൾപ്പെടുത്താം. 3 ദിവസം കൊണ്ട് വേണമെങ്കിൽ ഖത്തം വേറെ തീർക്കാം. ഇപ്പൊ തീർക്കാനായി 24, 25 ഒരു ദിവസമൊക്കെ ഒറ്റ ഇരുത്തത്തിൽ 5 ജുസുക്ക് നിഷ്പ്രയാസോദ. അപ്പൊ ഖത്തം തീർക്കാനുള്ളവർ തീർത്തുകൊണ്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി ഗുണ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.